നമസ്കാരം. നവകേരള സർക്കിട്ട്. ഈ നവകേരള സർക്കിട്ടിനെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ തല്ലിച്ചതച്ചതടക്കമുള്ള പല അനുഭവങ്ങളും നമുക്ക് ഓർമ്മയിലേക്ക് ഓടിയെത്തും. പിന്നെ നവകേരള സർക്കിട്ട് ബസ് പിണറായി വിജയനും സംഘത്തിനും സഞ്ചരിക്കാനായി കോടികൾ മുടക്കി നിരത്തിലിറക്കിയ നവകേരള ബസ്, പിന്നെ അവർ കഴിച്ച വിഭവങ്ങൾ, അണ്ടിക്കഞ്ഞി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ, പൗരപ്രമുഖരുമായിട്ടുള്ള പ്രാതൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പിണറായി വിജയൻ്റെ കാലത്ത് നടത്തിയ പല അഴിമതികളെക്കുറിച്ചും അന്വേഷണം നടത്താനായി തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിലൊന്നാണ് നവകേരള സർക്കിട്ടിനെ കുറിച്ചുള്ള സർവേ. അന്തം കമ്മികളെയാണ് ഈ സർവേക്ക് വേണ്ടി നിയോഗിച്ചിരുന്നത്. അന്നത് വലിയ വാർത്തയായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. ഈ വിഷയത്തിലും ഇപ്പോൾ UDF സർക്കാർ കൈവച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വിവരം. മൂന്നാം വട്ടം ഭരണം ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാർ സംസ്ഥാന വ്യാപകമായി നവകേരള സർവേയുടെ കണക്ക് ശേഖരിക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തിയത്. വീടാന്തരം കയറിയുള്ള സർവേയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് CPM DYFI പ്രവർത്തകർക്ക് സർക്കാർ നൽകിയ പണത്തിൻ്റെയും പലയിടങ്ങളിലായി സംഘടിപ്പിച്ച പരിശീലന പരിപാടികളുടെ ചെലവിൻ്റെയും കണക്ക് വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ UDF സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ സർക്കാർ ഭരണത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് 13.04 കോടി രൂപയാണ് സർവേക്കായി അനുവദിച്ചിരുന്നത്. ഇനിയും പണം നൽകാനുണ്ടെന്ന് ജില്ലകളിൽ നിന്ന് അറിയിച്ചതോടെയാണ് മുഴുവൻ കണക്കുകളും ശേഖരിക്കാൻ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കഴിഞ്ഞ 18-ാം തീയതി കത്തയച്ചിരിക്കുന്നത്. ചെലവ് വിവരങ്ങൾ രേഖകളുടെ പകർപ്പ് സഹിതം ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. LDF സർക്കാരിൻ്റെ കാലത്തെ രക്ഷാപ്രവർത്തനം, സിൽവർ ലൈൻ പദ്ധതി, പോലീസിലെ അനധികൃത നിയമനമടക്കമുള്ള തീരുമാനങ്ങൾ പുതിയ UDF സർക്കാർ പുനഃപരിശോധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നവകേരള സർക്കിട്ടിൻ്റെ സർവേയെക്കുറിച്ചും അന്വേഷിക്കാനായി ഉള്ള ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാനും നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ ആശയം തേടാനും എന്ന പേരിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ സർവേ സംഘടിപ്പിച്ചത്. എന്നാൽ ഒക്ടോബർ 8-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പദ്ധതി അംഗീകരിച്ചതെങ്കിലും സെപ്റ്റംബർ 23-ന് തന്നെ പദ്ധതിയുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന കത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ കള്ളക്കളി വ്യക്തമാണ്. നവകേരള സർവേക്കായി LDF അനുഭാവികളെ റിക്രൂട്ട് ചെയ്യണമെന്നായിരുന്നു ഗോവിന്ദൻ ഈ കത്തിലൂടെ താഴെ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഇത് വിവാദമായി. അതോടെ ഹൈക്കോടതി ഈ സർവേ സ്റ്റേ ചെയ്തു. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിക്കൊണ്ടുവന്ന് സർവേ തുടർന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നത് കാരണം പൂർത്തിയാക്കാനോ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നികുതിപ്പണമായ 13.04 കോടി രൂപ സ്വാഹ എന്നർത്ഥം. ആകെ 20 കോടി രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചത്. ചെലവിട്ടത് 14.04 കോടി രൂപയും. ബ്രോഷർ തയ്യാറാക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത് 5.54 കോടി രൂപയാണ്. കത്തുകൾ തയ്യാറാക്കാൻ 1 കോടി ചെലവിട്ടു. വോളണ്ടിയർമാരുടെ യാത്രയ്ക്ക് 1,45,00,000 രൂപ. മറ്റ് ചെലവുകൾക്കാണ് ഈ ബാക്കി 13,04,00,000 ബാക്കി വരുന്നത്. നോക്കൂ, ബ്രോഷർ തയ്യാറാക്കാൻ വേണ്ടി മാത്രം 5,54,00,000 രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നല്ല മുള്ളുമുരുക്കിൻ്റെ വടി വെട്ടി ഇവനെയൊക്കെ അടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇവിടെ സാധാരണക്കാരൻ്റെ പണമാണ്. മീൻ വിൽക്കുന്നവൻ്റെയും കട്ട ചുമക്കുന്നവൻ്റെയും ഹോട്ടൽ പണി എടുക്കുന്നവൻ്റെയും എച്ചിൽ പാത്രം മോറുന്നവൻ്റെയും ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ്റെയും പണമാണ് ഇങ്ങനെ ഇവനൊക്കെ ധൂർത്തടിച്ച് കളഞ്ഞത്. അപ്പോൾ മൂന്നാം വട്ടം കൂടി ഒരു അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? തെമ്മാടിത്തരങ്ങളെല്ലാം കാണിച്ചോട്ടെ, എത്ര വേണമെങ്കിലും ധൂർത്തടിച്ചോട്ടെ. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഈ ചിലവാക്കിയ ഇവരെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇവരോടൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ പെരുമാറേണ്ടത്? 95 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്താനാണ് അന്ന് സർക്കാർ ലക്ഷ്യമിട്ടത്. ഒരാൾ ഒരു വീട് സന്ദർശിക്കുന്നതിന് 7 രൂപ 50 പൈസയായിരുന്നു പ്രതിഫലം. 2 പേർ ചേർന്ന് സന്ദർശിച്ചാൽ 10 രൂപ കിട്ടും. പദ്ധതി വിവാദമായതോടെയാണ് തിരുവനന്തപുരം അടക്കമുള്ള പല ജില്ലകളിലും ഉദ്യോഗസ്ഥർ സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത്. കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ സർവേ മുന്നോട്ട് പോവുകയും പണം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കണ്ണൂരിലൊന്നും ഇത് ഉദ്യോഗസ്ഥർക്ക് നിസ്സഹകരിക്കാൻ കഴിയില്ല. കാരണം സഹകരിച്ചില്ലെങ്കിൽ അവിടെ പാർട്ടി ഗുണ്ടകൾ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. അതാണ് കണ്ണൂരിലൊക്കെ ഇത്തരത്തിൽ കുറച്ച് സർവേയെങ്കിലും നടന്നത്. നോക്കൂ, 13.04 കോടി രൂപയാണ് ഇത്തരത്തിൽ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയത്. എത്ര പേർക്ക്
ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയും. തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ 26 മാസത്തെ ഇത് കൊടുക്കാൻ കിടക്കുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ധൂർത്ത്. വെറും ഒരു അന്വേഷണം നടത്തി ഇത് അവസാനിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല. ഭരണത്തിലിരിക്കുമ്പോൾ എന്ത് തെമ്മാടിത്തരവും എന്ത് അഴിമതിയും എന്ത് ധൂർത്തും നടത്താം. പക്ഷേ പിന്നീട് അന്വേഷണം വന്നാലും ഭരിക്കുന്നവർക്ക് ഒരു കേടും വരാൻ പാടില്ല. ആ സിസ്റ്റമാണ് മാറേണ്ടത്. ഇവരൊക്കെ അഴിമതിക്ക് പിടിച്ച് അകത്തിടേണ്ട ദിവസങ്ങൾ പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മാറി മാറി ഭരിക്കുന്നവരൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ഇത്തരം അഴിമതികളുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത. ഇതിനൊക്കെ ജനങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ജനങ്ങൾ തന്നെ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവൂ.